ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ AJ ഗെയിമിംഗ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു കിടിലം പോലത്തെ റാങ്ക് മാച്ചാണ്. നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. അമ്മമാരൊക്കെ ഒരേ വണ്ടിയിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ മിക്കവർക്കും ലക്കുള്ള കാരണം അടിക്കുന്നുണ്ട്. എൻ്റെ കിടക്കുന്ന BTSൻ്റെ മുന്നിലാണ്. ഞാൻ ഇട്ടിരിക്കുന്ന കാർക്ക് എന്ന് പറയുമ്പോൾ മിന്നൽ മുരളിയാണ്. അപ്പം നമ്മുടെ G80 കിടപ്പുണ്ട്. നമ്മൾ ഒരു എനിമി അവിടെ നിന്ന് നമ്മൾ ഫയർ ചെയ്യുന്നുണ്ട്. നമ്മളും ഡാമേജ് കൊടുത്ത്. അപ്പോൾ നമ്മൾ ഈ ഒരു CS മാച്ചിൽ എത്രത്തോളം കില്ലെടുക്കുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഒരുത്തനെ നോക്കാക്കി സൈഡിൽ കൂടെ ഒരുത്തനെ ഓടിപ്പോയി. മാപ്പിൽ ബാക്കി ഒരു എനിമിയുണ്ട്. നല്ല ഡാമേജ് നമുക്ക് തന്ന്. എവിടെ നിന്ന് മെഡിക്കറ്റ് അടിക്കാൻ 2 എനിമി കളിതാക്കി. ഒരുത്തൻ അവനെ പോയി പൊക്കി, എൻ്റെ ഗില്ലും പോയി. ഇനി ഒരാളും കൂടെ ഉള്ളു നമ്മുടെ ടീമിൽ. അവനെയും കൊന്നിട്ടുണ്ട് അവന്മാർ. ആദ്യത്തെ കളി അവന്മാരങ്ങാണ്ട് ഒരുത്തൻ ഏസ് അടിച്ചെന്ന് തോന്നുന്നു. രണ്ടാമത്തെ റൗണ്ടാണ്. ഈ റൗണ്ടിൽ നമ്മൾ എടുക്കുന്ന ഡെസേർട്ട് ഈഗിളാണ്. ഡെസേർട്ട് ഈഗിൾ എടുക്കുക. ഒരുത്തൻ്റെങ്കിലും തല പൊളിക്കണമെന്ന്. ഇതെന്ത് ഷോവാണ്. ഓക്കെ, നമ്മൾ ഈ സൈഡ് വഴി ഇവിടെ അവന്മാർ ഫസ്റ്റ് കളി എടുത്തുകൊണ്ട് അവന്മാരുടെ നല്ലത് ഓക്കൊക്കെ കാണും. നമ്മൾ ലോങ്ങിൽ നിന്ന് കളിക്കാൻ നോക്കാം. ഒരുത്തൻ്റെ ഹൂക്കോങ് ഇട്ടുകൊണ്ട് സൈഡിൽ കൂടെ ഒരുത്തൻ്റെ തല അങ്ങോട്ട് വിളിച്ച് 477 അവൻ്റെ അവൻ്റെ ഗണ്ണെടുത്തപ്പോൾ അവൻ്റെ കിടക്കുന്ന എംഡനാണ്. ഇനി എനിമ അടുത്ത് വരത്തില്ല ഈ കളി. ഒരുത്തനെ നമ്മൾ കുത്തിയിട്ടുണ്ട് ബ്ലൂ വാള്. ഇനി അടുത്തവനുണ്ട്. അവനെ നമ്മൾ അങ്ങോട്ട് അടിച്ചിട്ടപ്പോൾ നമ്മൾ കളി ഫസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഈ തോമസനും ഡെസേർട്ടും എംഡനാണ് ഇരിക്കുന്നത്. കുറച്ച് ഹെൽമെറ്റും മഷ്റൂമും വെച്ചൊക്കെ ഇട്ട. എന്നിട്ട് ഈ കളി നമ്മൾ ഒരു എയ്സ് തന്നെ കാണാൻ പോവാണ്. ഞങ്ങൾ കണ്ടു. ഈ റൗണ്ടിൽ ദൈവത്തിൻ സൈഡ് വഴി കയറി. എല്ലാം ആ സൈഡ് വഴി കയറിയുകൊണ്ട് നമ്മളതിലേ ഇല്ലുക. അവൻ നമ്മുടെ ടീമിൽ ഒരുത്തനടിച്ചിട്ട് ഞാൻ അവനൊരു 90 കൊടുത്തപ്പോൾ അവൻ വീണ്. രണ്ടാമത്തെ 90 കൊടുത്തപ്പോൾ വീണ്. പിന്നെ ഒരുത്തൻ 90ഉം 400 കൊടുത്തപ്പോൾ റെഡ് നമ്പർ കൊടുത്തപ്പോൾ വീണ്. ഇനി ഒരുത്തനും കൂടെ ഉള്ളു. അവൻ അങ്ങ് ഇപ്പുണ്ട്. ലോക്ക് വീണ്. അങ്ങോട്ട് ലോക്ക് വിടുന്നില്ല ഡെസേർട്ടിന്. ചത്തെടുക്കുന്ന ഓക്കെ ഗൈസ്, ലേസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 3ാം റൗണ്ട് ആകാൻ പോകും. നമ്മൾ 1 റൗണ്ട് ഇങ്ങോട്ട് എടുക്കും. ഓക്കെ, നമ്മളതിനകത്ത് നീല കളറൊക്കെ കത്തിക്കുന്നു. ഈ റൗണ്ട് നമ്മൾ അതേ കണ്ണ് തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ലൈക്ക് ചെയ്യാത്തവർ പ്ലീസ് ലൈക്ക് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സൈഡ് വഴി കയറി അവിടെ ആരുമില്ല. ടീമേറ്റിന് ഒരു നോക്കിട്ടവൻ നമ്മളിതിലേക്ക് കയറിയപ്പോൾ ഒരുത്തൻ കോബ്രാമ്പി 40 ഇട്ടേക്കുന്നു. കൊടുത്തവനൊരടി. അവൻ നോക്ക്. ബാക്കിലൊരു എനിമിയുണ്ട്. അവനെ തീർക്കാൻ നോക്കിയപ്പോൾ ടീമേറ്റ് അവനെ അടിച്ചിട്ടുണ്ട്. പിന്നെ നൈസിനെ ഞാൻ മെഡിക്കറ്റ് അടിച്ച് നിന്നപ്പോൾ എനിമി നമ്മുടെ ടീമേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് ചെന്നപ്പോഴാണ് അവൻ എംഡൻ എന്നെ കുത്തിയത്. ഞാൻ തിരിച്ചും കുത്തി. പിന്നെ അവനെ നോക്കാക്കിയിട്ടുണ്ട്. ഇനി തോമസിനടുത്ത് നമ്മൾ
അടിക്കാൻ നോക്കി നിന്നപ്പോൾ അവൻ സൈഡ് വഴി കയറിപ്പോയി. ഒരടി കൊടുത്തപ്പോൾ പുള്ളി അടിയായിട്ടുണ്ട്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ കളിയാണ്. മൂന്നാമത്തെ കളി വെപ്പൺ മാറ്റണം. നമ്മൾ തോമസൻ മാറ്റിയിട്ട് വുഡ്പക്കർ എടുക്കുക. ഞാൻ ബൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുന്നില്ല. ഇത് ഫ്രീ ഫയറിൽ തന്നെയുള്ള റെക്കോർഡിംഗ് ആണിത്. ഓക്കെ, ഇപ്പോഴും അമ്മമാർ അടി തുടങ്ങും, മിക്കവാറും തുടങ്ങി. ഓക്കെ, അമ്മമാർ നല്ല പ്ലേയേഴ്സാണ് അപ്പുറത്തെ ടീമിൽ. ഈ കളി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുത്തൻ്റെ ഇവിടെ നമ്മുടെ ടീമിൽ ഒരുത്തന്നെ നോക്കാക്കി. ഒരുത്തൻ എന്നെ അടിച്ചവൻ ഒരു നേട് ഹുക്ക് ചെയ്ത് അപ്പം സൈഡിൽ കൂടെ കയറി എന്നെ അടിച്ച്. ഞാൻ 2 ഗ്ലൂ വാളിട്ട് വന്നപ്പോൾ ഞാൻ ബോഡി ഷോട്ടിന് പകരം ഇട്ടടിച്ചുകൊണ്ടെന്ന് ഞാൻ നോക്കായി. നമ്മുടെ ടീമിൽ ഒരാളും കൂടെ ഉള്ളു, അതിവൻ ആണ്. ഈ കളി തോറ്റ്. ഈ റൗണ്ട് ചെയ്താലും നോക്കും, ഇവൻ 2 പേരെ അങ്ങനെ അടിച്ചിടും. നേടാവാൻ ഹുക്ക് ചെയ്ത് കളിയെടുത്ത് ഇല്ല ഗായ്സ്, അവൻ്റെ തല പൊളിച്ച് ഇവൻ കൊടുത്തിട്ടുണ്ട്. ഇമോട്ടും ഇട്ടിട്ടുണ്ട്. ഇമോട്ട് 3-ാം റൗണ്ടായി. നമ്മളൊരു ഡെസേർട്ടും MP40 എടുക്കുക. ഇതിൻ്റെ അവസാനത്തെ കളി നിങ്ങൾ കാണണം. സസ്പെൻസിൻ്റെ അങ്ങേയറ്റമാണിത്. ഇത് രണ്ടും കൂടെ അവിടെ കിടക്കണം. ഡെസേർട്ടിന് 6 ഒരു തല പൊളിക്കണം. അത് ഈ വേലിയുടെ ഇതിലേക്ക് കൂടെ കയറിപ്പോവാം. കയറി ചെന്നപ്പോൾ ഒറ്റയ്ക്ക് അല്ലെന്ന് വിചാരിച്ചപ്പോൾ ടീമേറ്റും പുറകിലുണ്ടായിരുന്നു. അവനെ അടിച്ച് ഗ്ലൂ വാൾ ഇട്ടവന്മാർ. ഒരുത്തനെ അവൻ്റെ ടീമിൽ നോക്കാക്കി. ഗ്ലൂ വാൾ പൊട്ടിക്കാൻ നിന്നപ്പം അവിടെ കുറേ ഗ്ലൂ വാളവന്മാർ വീശി. നമ്മളിനി സൈഡ് വഴി കയറാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളങ്ങോട്ട് കയറാം. അവിടെ എനിമിയില്ല. ഈ കളി തോക്കുമോ ജയിക്കുമോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എവിടെ എത്തിയപ്പം നോക്കാക്കി. പിന്നെ അവിടുന്ന് ലൂട്ട് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ എവിടുന്ന് ഒരു അടി വന്ന് ഗ്ലൂ വാൾ വീണില്ല. അടിച്ചിട്ട് ഇവനും കൂടെ ഉള്ളു. ഇവന് കളിക്കാൻ അറിയത്തില്ല. ഒരു ബോഡി ഷോട്ടെങ്കിലും കൊള്ളിക്കുന്നില്ല. ഏതായാലും നമ്മൾ ഈ കളി റൗണ്ട് തോറ്റിട്ടുണ്ട്. ഈ റൗണ്ടാണ് ഗൈസ് നിങ്ങൾ കാണേണ്ടത്. നമ്മൾ ഫസ്റ്റ് ഒരു MP5 എടുത്ത്, പിന്നെ അത് വേണ്ട M10 എടുത്ത് മാക്സ് ആക്കി ചിപ്പിട്ട്, പിന്നെ നമ്മൾ ഒരു ഡെസേർട്ട് എടുത്തിട്ട് പിന്നെ മഷ്റൂമൊക്കെ ഫുള്ളാക്കി ഹെൽമെറ്റും വെസ്റ്റും മേടിച്ച് പിന്നെ തോമസിനും എടുത്ത് ഫസ്റ്റ് റൗണ്ട് എടുത്ത പോലെ തന്നെ നമ്മൾ മഷ്റൂം മേടിച്ച് നമ്മളെല്ലാം സെറ്റാക്കി ഒരു നെയ്ഡ് ഹുക്ക് ചെയ്യുക. ആദ്യം തന്നെ പിന്നെ എനിമി അവിടെ വന്നിട്ടുണ്ട്. ആ ഗ്ലൂ വാളിട്ട് ഇപ്പം എവിടുന്ന് ഒരു അടി കണ്ട് അവിടെ അവരെ നോക്കാക്കിയിട്ടുണ്ട്. ഇനി എവിടെ നോക്കാം. എവിടെ നമ്മളെ ടീമേറ്റിനെ അടിച്ചുകൊണ്ടിരുന്ന അവനെ ഞാൻ അടിച്ച് കൊന്നിട്ടുണ്ട്. പിന്നെ വേറെ എവിടെ നിന്ന് എനിക്കൊരു അടി വന്നു. ഞാൻ ഒരു ഗ്ലൂ വാളിട്ട് പിന്നെ ഈ ഗ്ലൂ വാൾ പൊട്ടിച്ചിട്ട് ഞാനങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ ടീമേറ്റ് ഗ്ലൂ വാളിട്ടവിടെ ഒരുത്തനെ നോക്കാക്കി. ഞാൻ ഇവിടെ ഇരുന്നപ്പം അവൻ എന്നെ നോക്കാക്കി. കളി ഗ്ലൂ വാളിട്ട്
ഇപ്പം തൊക്കുവോ എപ്പോൾ ജയിക്കുമോ നമ്മുടെ ടീമായിട്ട് മാസ്മരിക